നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കണക്കിന് പരിഹസിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ 8 മണി ചർച്ചയുടെ ക്ലോസിംഗ്. ദി കേരള സ്റ്റോറി എന്ന ഗാഡ്ലൈനിൽ ഇടുക്കി രൂപത ആ സിനിമ കാട്ടിയതായിരുന്നു ഏഷ്യാനെറ്റിന്റെ ചർച്ചാ വിഷയമായി മാറിയത്. അതിനുശേഷം പതിയെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ പോയി. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പേര് പറയാതെ മുഖ്യമന്ത്രി നടത്തിയ ഒളിയമ്പുകൾക്ക് കൃത്യമായ മറുപടിയും. മീഡിയ വണ്ണിനെ പുകഴ്ത്തിയും ഏഷ്യാനെറ്റ് ന്യൂസിനെ കടന്നാക്രമിച്ചുമായിരുന്നു വാർത്താ സമ്മേളനത്തിലെ പിണറായിയുടെ പ്രതികരണം. അതിനാണ് വിനു വി ജോൺ അന്തിച്ചർച്ചയിൽ കാര്യകാരണ സഹിതം മറുപടി പറഞ്ഞത്. ദി റിയൽ കേരള സ്റ്റോറി പോലെ ഇങ്ങനെയും റിയൽ സ്റ്റോറിയുണ്ട്. മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന് ഇങ്ങനെ തരം താഴരുത്, ഇങ്ങനെ അസത്യങ്ങൾ വിളിച്ചു പറയരുത്. ഇതായിരുന്നു പിണറായിയോട് ഏഷ്യാനെറ്റ് ന്യൂസിന് പറയാനുണ്ടായിരുന്നത്. കേരള സ്റ്റോറിക്ക് എതിരെയും സത്യാനന്തര കാലത്തെയും ഒക്കെ കുറിച്ച് പ്രസംഗിക്കുന്ന നമ്മുടെ പിണറായി വിജയൻ ഇന്ന് പറഞ്ഞ ഒരു കാര്യം കൂടി കേട്ടുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ആദ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ചില മാധ്യമങ്ങൾക്ക് ഈ തരത്തിലുള്ള വേട്ടയാടൽ ഉണ്ടായിരുന്നല്ലോ. 2020 ജനുവരി മാസത്തിൽ ഡൽഹിയിൽ നടന്ന മുസ്ലിം വിരുദ്ധ കലാപം അത് റിപ്പോർട്ട് ചെയ്ത 2 ചാനലുകൾ അവരുടെ ലൈസൻസ് എടുത്തു കളയുന്ന സ്ഥിതി ഉണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാലോ. ഇതിൽ ഒരു ചാനൽ അവരുടെ ഡൽഹി ബ്യൂറോയിലെ റിപ്പോർട്ടറെ ബലി കൊടുത്തുകൊണ്ട് കേന്ദ്ര ഭരണകൂടത്തിനും സംഘപരിവാറിനും മുന്നിൽ നട്ടെല്ല് വളച്ചു മാപ്പ് പറയുന്ന അവസ്ഥയുണ്ടായി. രണ്ടാമത്തെ ചാനൽ സുപ്രീം കോടതി വരെ ഇതുമായി ബന്ധപ്പെട്ട് പൊരുതി. സുപ്രീം കോടതി ഇടപെട്ട് ലൈസൻസ് പുനഃസ്ഥാപിക്കുന്ന നിലയുണ്ടായി. ഈ വിഷയത്തിൽ ഇത്തരം നടപടികൾ വന്നപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഏതിനൊക്കെ കേന്ദ്ര സർക്കാർ നടപടിയെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ റിയൽ സ്റ്റോറി പറയാം. 2020 മാർച്ച് മാസം 6-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 7:30 48 മണിക്കൂർ വിലക്ക് നേരിട്ട ഇദ്ദേഹം പറഞ്ഞ 2 ചാനലുകളിൽ ഒന്ന് ഏഷ്യാനെറ്റ് ന്യൂസാണ്, മറ്റൊന്ന് മീഡിയ വണ്ണാണ്. ഏഷ്യാനെറ്റ് ന്യൂസിന് പുലർച്ചെ 1:30 ഈ വിലക്ക് മാറിക്കിട്ടി. നേരം പുലർന്ന് 9:30 ആയപ്പോൾ മീഡിയ വണ്ണിന് മാറിക്കിട്ടി. അതിൽ ഏതെങ്കിലും ഒരു ചാനൽ സുപ്രീം കോടതിയിൽ പോയി ആ 48 മണിക്കൂർ വിലക്ക് മാറ്റിയോ എന്നെനിക്കറിയില്ല. അദ്ദേഹം സ്വയം കൽപ്പിച്ചുണ്ടാക്കിയ കഥയായിരിക്കും അത്. എന്നിട്ട് ഒരു ചാനൽ അതിൻ്റെ ദില്ലി റിപ്പോർട്ടറെ ബലി കൊടുത്തു എന്ന് പറയുന്നു. അത് ഏഷ്യാനെറ്റ് ന്യൂസിനെ ഉദ്ദേശിച്ച് അദ്ദേഹം പറഞ്ഞതാണ്. 2020 മാർച്ച് മാസം 6-ാം തീയതി ഏഷ്യാനെറ്റ് ന്യൂസ് ആരെയും ബലി കൊടുത്തില്ല. ആ റിപ്പോർട്ടർ തുടർന്ന് 2 വർഷവും ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെയാണ് ജോലി ചെയ്തത്. അദ്ദേഹത്തിന് ഒരു കുഴപ്പവും ഉണ്ടായില്ല. പക്ഷേ പിന്നീട് അദ്ദേഹം രാജിവെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ്റെ കൈരളി ചാനലിൻ്റെ ദേശീയ തലത്തിൽ ഒരു വലിയ പദവി അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, മെച്ചപ്പെട്ട പദവി ആയതുകൊണ്ട് അദ്ദേഹം പോയതാണെന്നാണ്. അദ്ദേഹം പോയി, പിന്നെ അവിടെ നിന്നും പോയി. അദ്ദേഹത്തെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത് എന്തിനാണെന്ന് കൂടി പിണറായി വിജയൻ നാളത്തെ വാർത്താ സമ്മേളനത്തിൽ പറയണം. അപ്പോൾ റിയൽ കേരള സ്റ്റോറി പോലെ ഇതുപോലെയും റിയൽ സ്റ്റോറികളുണ്ട്. മുഖ്യമന്ത്രി പദത്തിലിരുന്നു കൊണ്ട് ഇങ്ങനെ തരം താഴരുത്, ഇങ്ങനെ അസത്യങ്ങൾ വിളിച്ചു പറയരുത്.